68 സങ്കീർത്തനം 1 ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ. ദാവീദ് രാജാവ് ഈ പാടുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. സംഖ്യയുടെ പുസ്തകം 10 അധ്യായം 35 വാഗ്ദാന പേടകവുമായി വാഗ്ദത്ത നാട്ടിലേക്ക് എപ്പോഴെല്ലാം യാത്ര പുറപ്പെടുന്നുവോ അപ്പോഴെല്ലാം മോശ ഉറക്കെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ പലായനം ചെയ്യട്ടെ. അതാണ് ദാവീദ് രാജാവ് ഇവിടെ പാടുന്നത്. അതിന്റെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, ബാലെ യൂദായിൽ നിന്ന് വാഗ്ദാന പേടകം അഭിനാദാബിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ദാവീദ് രാജാവ് ഒരു കാളവണ്ടിയിലാണ് ഈ വാഗ്ദാന പേടകം കൊണ്ടുപോകുന്നത്. കാളവണ്ടി ഓടിച്ചിരുന്നത് അഭിനാദാബിന്റെ മക്കളായിരുന്നു. ഒരു മകൻ കാളവണ്ടി ഓടിക്കുകയും കാള വരണ്ടോടിയതിന്റെ ഫലമായി മറ്റൊരു മകൻ വാഗ്ദാന പേടകത്തെ അനാദരവോടെ പിടിക്കുകയും ചെയ്തതോടുകൂടി ഉസ്സ എന്ന അദ്ദേഹത്തിന്റെ 2ാമത്തെ മകൻ മരിക്കുന്നു. ഇത് ദാവീദ് രാജാവിന് വലിയ ഭയം ഉളവാക്കി. രാജാവ് ശേഷം ചെയ്തത് ഈ വാഗ്ദാന പേടകം ജെറുസലേമിൽ കൊണ്ടുപോയില്ല. അതിനുശേഷം വാഗ്ദാന പേടകം ഓബദ് ഏദോമിന്റെ വീട്ടിലാണ് ദാവീദ് രാജാവ് വെച്ചത്. 3 മാസത്തോളം വാഗ്ദാന പേടകം അവിടെ ഇരുന്നപ്പോൾ ഓബദ് ഏദോമിന്റെ ഭവനത്തെ വാഗ്ദാന പേടകത്തെ പ്രതി ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തെ ജെറുസലേമിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. വാഗ്ദാന പേടകം അവിടുന്ന് പുറപ്പെടുമ്പോൾ മോശ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദാവീദ് രാജാവ് പുറപ്പെടുന്നത്. അപ്പോഴാണ് രാജാവിന് വാഗ്ദാന പേടകത്തിന്റെ മഹത്വം മനസ്സിലായത്. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ. ഇതാണ് പരിശുദ്ധ അമ്മ, വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ നമ്മളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, ദൈവം ഉണർന്നെഴുന്നേൽക്കും. ദൈവത്തെ ദ്വേഷിക്കുന്ന ശത്രുക്കൾ പലായനം ചെയ്യും.